സ്വയം വെറുക്കൽ ജീവിതത്തെ നരകമാക്കുന്നു. ഇയ്യോബ് 3-ാം അധ്യായം 4 മുതൽ 26 വരെ. ധ്യാനത്തിനായിട്ട് 23-ാം വാക്യം. വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിന്? തന്നെ വെറുക്കുകയും ജീവിക്കാനുള്ള ആശ കുറയുകയും ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം ഇക്കാലത്ത് വർദ്ധിച്ചു വരികയാണ്. ദൈവത്തെ അറിയേണ്ട പ്രകാരം അറിയാതെ വന്നാൽ മനുഷ്യൻ സ്വയം വെറുക്കുകയും ജീവിതത്തിൽ അവനുള്ള ആശ നശിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഒരു വ്യക്തിയുടെ വിജയത്തിന് സ്വയം വിലമതിക്കൽ പരമപ്രധാനമാണ്. തന്നെ ബഹുമാനിക്കുക, തന്നെ അറിയുക, തന്നെ നിയന്ത്രിക്കുക. ഇവ മൂന്നുമാണ് ജീവിതത്തെ സ്വതന്ത്രമായ പരമാധികാരമുള്ളതാക്കി തീർക്കുന്നതെന്ന് ടെന്നിസൺ പറയുന്നു. മനുഷ്യൻ്റെ പാപകർമ്മങ്ങളാണ് സ്വയം വെറുപ്പിലേക്ക് അവനെ നയിക്കാറുള്ളത്. ഗൈഡ് പോസ്റ്റ് മാസികയിൽ പേര് വയ്ക്കാതെ ഒരു വനിത എഴുതിയിരുന്ന ആത്മകഥ അതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ്. ഭർത്താവും മക്കളുമുള്ള സന്തുഷ്ടമായ ഒരു കുടുംബം, ഒരു ബുദ്ധിമുട്ടുമില്ല, വേണ്ടുവോളം പണവും ഉല്ലാസ ജീവിതത്തിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ആ കുടുംബത്തിലെ നായികയ്ക്ക് ഒരു സന്തോഷവുമില്ല. തൻ്റെ ഭർത്താവിനോട് അവൾ അവിശ്വസ്തയായി പെരുമാറി എന്ന അപരാധബോധമാണ് അവളെ അലട്ടിയത്. പക്ഷെ അദ്ദേഹം അക്കാര്യം ഒട്ടറിയുപോലുമില്ല. ആ കുടുംബിനി തൻ്റെ തെറ്റ് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞു. ദൈവം അവളുടെ പാപം ക്ഷമിച്ചെങ്കിലും അവൾക്ക് അവളോട് തന്നെ ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല. അവളെ തന്നെ വെറുത്തു. ക്രമേണ അവൾ രോഗിണിയായി. എന്നാൽ ഒരു ഡോക്ടറെ സമീപിക്കുവാൻ അവൾ കൂട്ടാക്കിയില്ല. പാപിനിയായ തൻ്റെ ജീവിത രഹസ്യം പുറത്താകുമെന്നാണ് അവളുടെ ഭയം. ഒരു ദിവസം രാവിലെ പത്രം വന്നപ്പോൾ അതിലൊരു വാർത്ത കണ്ടു. ഒരു കുടുംബിനി തൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് അവളുടെ കാമുകൻ്റെ കൂടെ എവിടെയോ ഒളിച്ച് പോയിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത. ഇത് വായിച്ചപ്പോൾ നമ്മുടെ കഥാനായികയുടെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു: അവൾ പോകട്ടെ, ആ കുടുംബത്തിൻ്റെ നല്ല കാലമെന്ന് കണക്കാക്കിയാൽ മതി. തൻ്റെ ഭർത്താവിൻ്റെ ഈ പ്രതികരണം കേട്ടപ്പോൾ താൻ മറച്ചു വച്ചിരിക്കുന്ന രഹസ്യം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതെന്ന് അവൾ ഓർത്തു. വല്ലാത്തൊരു അസ്വസ്ഥത. പിന്നീട് അവൾ ആലോചിച്ച് അധിക സമയം നിന്നില്ല. അടുക്കളയുടെ പുറംവാതിലൂടെ പുറത്തു കടന്ന് വണ്ടി കയറി പട്ടണത്തിലുള്ള ഒരു വലിയ ഹോട്ടലിൻ്റെ 5-ാമത്തെ നിലയിൽ ഒരു മുറിയെടുത്തു. മറുപേരിലാണ് അവൾ മുറി വാടകയ്ക്ക് എടുത്തത്. നേരം വൈകി തൻ്റെ മുറിയിൽ ഇരുൾ പരന്നു. ജനാലയുടെ അരികിൽ ചെന്ന് താഴേക്ക് നോക്കി. തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട്. അവൾ വീണ്ടും മേശയുടെ അരികിൽ ചെന്നിരുന്നു. അശ്രുഗണങ്ങൾ ധാരമുറിയാതെ കവിളിണകളിലൂടെ ഒഴുകി. അവസാനം ഭർത്താവിൻ്റെ പേർക്ക് ഒരു കത്തെഴുതി: ഞാൻ അങ്ങയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു. എങ്കിലും ആ എഴുത്ത് പൂർത്തിയാക്കി മടക്കി വെച്ച ശേഷം പെട്ടെന്ന് ജനാലയുടെ അടുത്ത് ചെന്ന് എൻ്റെ ദൈവമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾ പുറന്തരഞ്ഞ് താഴേക്ക് മറിഞ്ഞു. താഴെ വീണ് തലപൊട്ടി ചിതറി മരിക്കുമെന്നാണ് അവൾ ഓർത്തത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. കാൻവാസ് ഷീറ്റ് കൂടിയുള്ള ഒരു മോട്ടോർ വാഹനത്തിൻ്റെ പുറത്താണ് അവൾ വീണത്. അതിൻ്റെ കാൻവാസ് തുളഞ്ഞ് അവൾ പിൻസീറ്റിൽ ചെന്ന് തങ്ങിയിരുന്നു. ബോധരഹിതയായി തീർന്ന ആ വനിതയെ ഉടൻ ആശുപത്രിയിലാക്കി. അരയ്ക്ക് താഴോട്ട് പ്ലാസ്റ്റർ ഇട്ടു. കുറേ നാൾ അവൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. സ്നേഹസമ്പന്നനായ ഒരു ഡോക്ടറോട് ദൈവം തൻ്റെ പാപം ക്ഷമിക്കുമോ എന്നവൾ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു. അവളുടെ നെറ്റിയിൽ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ദൈവം തീർച്ചയായും ക്ഷമിക്കും, എന്നാൽ നിങ്ങളോട് തന്നെ ക്ഷമിക്കുകയും നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാ ഡോക്ടർ പറഞ്ഞു. നാം നമ്മോട് തന്നെ ക്ഷമിക്കുകയും നമ്മെ തന്നെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് അത്രേ ഈ സ്ത്രീയുടെ കഥ വിരൽ ചൂണ്ടുന്നത്. ഓർക്കണമേ, ജ്ഞാനത്തിൽ എന്ന പോലെ വിവേകത്തിലും മനുഷ്യൻ അഭിവൃദ്ധിപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.